4 ബോൾട്ടുള്ള തേങ്ങാട്ടുന്ന മെഷീൻ്റെ ചേമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. 6 ബോൾട്ട് ആണെങ്കിലും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടൂൾസ് എല്ലാം വെച്ച് സേഫ്റ്റി എല്ലാം നോക്കണം. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഇച്ചിരി റിസ്ക്കാണ്. 2 പേരുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇവിടെ ഈ മില്ല് അത്യാവശ്യം കസ്റ്റമർ സർവീസുള്ള മില്ലായതുകൊണ്ട് 3 കൊല്ലമൊക്കെ കൂടുമ്പോൾ പട്ടകൾ ഈ റോഡ്സ് കംപ്ലീറ്റ് സെറ്റ് മാറ്റലാണ് അവർ ചെയ്യുന്നത്. നമ്മളെ മെഷീൻസിൻ്റെ അല്ലാണ്ട് തേയ്മാനം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പട്ടകൾ ഈ ചേമ്പറിൻ്റെ റോഡ്സ് നമുക്കൊന്ന് ബെൻഡ് നിവർത്തിയിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് നമ്മൾ മടാളൊക്കെ നമ്മൾ ഒന്ന് ചൂടാക്കൂലേ, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കണം. അല്ലെങ്കിൽ സർഫസ് ഹാർഡനിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. രണ്ടും ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു വിത്തിൻ 2 മണിക്കൂർ കൊണ്ട് അവർ ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം സാധനം എന്ത് ചെയ്യാം, സെയിം പട്ടകൾ എന്ത് ചെയ്യാം, ഒരു 3-4 കൊല്ലം കൂടി നമുക്ക് ഉപയോഗിക്കാം. പഴയ പട്ടകളാണെങ്കിലും പുതിയ പട്ടകളാണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന സിംസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പേസർ നമ്മൾ പുതിയത് തന്നെ ഇടണം. കനത്തിനനുസരിച്ചിട്ട് 2 സിമ്മുണ്ട്, 25, 45. തിക്നെസ് കുറഞ്ഞതിനെ നമ്മൾ 25ൻ്റെ സിം എന്ന് പറയും. അതിൻ്റെ സൈഡിൽ പഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ കനം കൂടിയത് 45ൻ്റെ സിമ്മും. ഈ സിംസ് അല്ലെങ്കിൽ സ്പേസർ എവിടെ വെക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ. കനം കൂടിയത് കൂടുതൽ ഗ്യാപ്പ് വരേണ്ട സ്ഥലത്തും കനം കുറഞ്ഞത് കുറഞ്ഞ ഗ്യാപ്പ് വരേണ്ട സ്ഥലത്തും വെക്കും. ചില മെക്കാനിക്സ് അല്ലെങ്കിൽ ഫിറ്റേഴ്സ് സിമ്മ് ഇടാറില്ല ചില സ്ഥലത്ത്. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ അഴിക്കുന്നത് സൈഡ് ബാർ ഹോൾഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 6 ബോൾട്ട് മെഷീനാണെങ്കിൽ ചിലപ്പം 3 ഹോൾസ് ഉണ്ടാവും. ബോൾട്ട് ഇടാനുള്ള 3 ഹോൾസ് ഉണ്ടാവും. സാധാരണ കണ്ടുവരുന്നത് 2 ഹോൾസിൻ്റെയാണ്. ഇത് നമ്മൾ സൈഡിലെ ബാറുകൾ എല്ലാം കൂടി പിടിച്ച് നിർത്താൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. നെട്ടും ബോൾട്ടും കൗണ്ടർ സിങ്ക് ബോൾട്ടാണ് ഉപയോഗിക്കുക. അതായത് സൈഡ് ഭാഗം അതിനോട് ചേർന്നിരിക്കാൻ, ആ പട്ടനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ലെസ് അല്ലെങ്കിൽ കൗണ്ടർ സിങ്ക് ബോൾട്ടാണ് നമ്മൾ ഇടുക. ഒരു ടാപ്പേഡ് ആയിട്ടുള്ളൊരു ബോൾട്ടായിരിക്കും. ബോൾട്ട് ടാപ്പേഡ് ആയിരിക്കും, പൊന്തി നിൽക്കില്ല. ഓക്കെ അല്ലേ. നമ്മുടെ മെഷീന് വല്ലാണ്ട് തേയ്മാനം വന്നിട്ടില്ല അല്ലെങ്കിൽ വർക്ക് ലോഡ് വളരെ കുറഞ്ഞ മെഷീനാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ബാർ ഹോൾഡർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് ബെൻഡാവില്ല. അത് സപ്പോർട്ടുള്ളത് കാരണം ഒരിക്കലും ബെൻഡാവാനും ചാൻസ് ഇല്ല. സപ്പോർട്ടെല്ലാം അഴിച്ചതിന് ശേഷം മെഷീൻ്റെ ഫ്രെയിം അല്ലെങ്കിൽ ചാമ്പറിൻ്റെ ഫ്രെയിം നല്ലോണം തറവായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിന് നമ്മൾ ഫാബ്രിക്കേറ്റഡ് ചാമ്പർ എന്നാണ് പറയുക കേട്ടോ. കാസ്റ്റ് ചാമ്പറും ഉണ്ട്. ഈ ടൈപ്പ് മോഡലിന് ഫാബ്രിക്കേറ്റഡ് ചാമ്പർ എന്നാണ് പറയുക. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സപ്പോർട്ട് അഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യണ്ട. സപ്പോർട്ട് അഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൻ്റെ മേലെ ആ സൈഡിൽ ബാറിൽ ബോൾട്ട് ചെയ്യുന്ന സൈഡ് ബാർ ഹോൾഡർ അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ മേലെ ഒരു ചെറിയൊരു ചാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചാലിലൊക്കെ നമ്മുടെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ സീറ്റിംഗ് ആവില്ല. അപ്പോൾ ആ ചാലെല്ലാം ക്ലീൻ ആയിരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ചാല് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതുതായി വെക്കുന്ന സൈഡ് ബാർ ഹോൾഡേഴ്സ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചാല് വെച്ചിട്ടുള്ളത്. പിന്നെ ലോഡ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ കൂടിയിട്ട് ഈ ചാല് സഹായിക്കും. മെഷീൻ തറവായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്യണം. നമ്മുടെ പഴയ പട്ടകൾ മാറ്റിയിടുക എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹാർഡനിങ് മെത്തേഡ്. നമുക്ക് സർഫസ് ഹാർഡനിങ് അല്ലെങ്കിൽ ഫ്ലെയിം ഹാർഡനിങ് ഇത് രണ്ടും ചെയ്യാം. പിന്നെ ചില മെറ്റീരിയലിലാണെങ്കിൽ ഹാർഡനിങ്ങിന് ചെയ്തതിന് ശേഷം ടെമ്പറിങ് കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം ടെമ്പറിങ് കൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. വെറും ഹാർഡനിങ്ങാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സഡൻ ലോഡ് വന്നു കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോവും. പക്ഷെ നമുക്കങ്ങനെ
പേടിക്കേണ്ട കാര്യമില്ല. വെറും ഹാർഡനിങ് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഹാർഡനിങ് പ്ലസ് ടെമ്പറിങ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പഴയ പട്ടകളാണെങ്കിൽ കൂടി ഒരു 5 to 6 കൊല്ലം തേയ്മാനം വല്ലാണ്ട് വരാതെ ഒരുപാട് ലോഡ് എടുക്കും. ഇവിടെ നമ്മൾ രണ്ടാമത്തെ പുതിയ സൈഡ് ബാർ ഹോൾഡർ ഫിറ്റ് ചെയ്യുകയാണ്. ആ കൗണ്ടർ സിങ്ക് ബോൾട്ടാണ്. ആ ചാല് കണ്ടില്ലേ, ആ സൈഡ് ചാലിൽ അതേ ഭാഗം വെച്ചിട്ട് കൗണ്ടർ സിങ്ക് ബോൾട്ട് ഇടുമ്പോൾ അവസാനം ബോൾട്ട് ലാസ്റ്റ് ടൈറ്റ് ആകുന്നതിന് മുമ്പേ അത് അലൈൻ ചെയ്തിരിക്കണം, ആ ഫ്രെയിമിനോട് ചേർന്നിരിക്കണം. ഇപ്പോൾ അലൈൻമെൻ്റ് അല്ല, ഇനി അദ്ദേഹം ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പട്ടകളുണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെരിഞ്ഞിരിക്കും. പിന്നെ ചിലപ്പം പട്ടകൾ ബെൻഡാവും. അപ്പോൾ കറക്റ്റ് അലൈൻ ചെയ്യും. അദ്ദേഹം ടൈറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അദ്ദേഹം അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ, അതെല്ലാവരും ശ്രദ്ധിക്കണം. വല്ലാണ്ട് തേഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിലെ ഈ ബാറ് അഴിക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ. ലാസ്റ്റ് സൈഡ് സപ്പോർട്ട് കൂടി വെച്ചിട്ടുണ്ട്, സൈഡ് ബാർ ഹോൾഡർ കൂടി വെച്ചിട്ടുണ്ട്. ഇനി ബോൾട്ട് ഇട്ട് അലൈൻ ചെയ്തിട്ടാണ് എല്ലാം ടൈറ്റ് ചെയ്യുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എക്സ്പെല്ലർ മെഷീൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. ഗിയർ ആയത് കാരണം അത്യാവശ്യം നല്ല ലോഡ് ഉണ്ടാകുമ്പോൾ നല്ല വൈബ്രേഷൻ ചെയ്യും. അപ്പോൾ ഈ ബോൾട്ടുകൾ നെറ്റ് ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കിംഗ് നെറ്റ് കൂടി ഇടും. 2 നെറ്റ് ഇട്ടിട്ട് ലാസ്റ്റ് ടൈറ്റ് ചെയ്യും. ലോക്കിംഗ് നെറ്റ് മെക്കാനിസം എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വലിയ ബോൾട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ ഡ്രിൽ ചെയ്ത് ഒരു പിന്നിട്ട് കൊടുക്കുക. ഇവിടെ ഏറ്റവും സൂട്ടായിട്ടുള്ളത് ലോക്കിംഗ് നെറ്റാണ്. ഒരു നെറ്റ് കൂടി ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് പിന്നെ മെഷീൻ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം, ആ ബോൾട്ട് ലൂസായിട്ടുണ്ടോ നെറ്റ് ലൂസായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം. പുതിയ പട്ടകളാണെങ്കിലും പഴയ പട്ടകൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ ഫ്രെയിമിലേക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ ചാമ്പറിലേക്ക് വെക്കുമ്പോൾ നല്ല പോലെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ക്ലീൻ ചെയ്യുക. ഇവിടെ 3 തവണ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അതിൽ തുരുമ്പ് അങ്ങനത്തെ ബാഹ്യ വേസ്റ്റുകൾ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടും, രണ്ടാമത് ചാമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയിലും, മൂന്നാമത് ഇവിടെ കംപ്രസറിൽ ഗണ്ണ് ഉപയോഗിച്ചിട്ടും ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ മെഷീനിൽ ഓൺ ആക്കാറുള്ളൂ. ഇത് ജസ്റ്റ് അതിൻ്റെ തുരുമ്പ് കളയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേസ്റ്റ് ഓയിലിൽ, നല്ല ഓയിലായിരുന്നു, പട്ടകൾ തുടച്ചിട്ട് ഈ കളറായതാണ്, ക്ലീൻ ചെയ്യണം. പിന്നെ പട്ടകൾ സെറ്റ് ചെയ്യുമ്പോൾ 3 ഭാഗത്തും 3 സ്പേസറാണ് വെക്കേണ്ടത്. 6 ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം, ഫസ്റ്റ് ഭാഗം തേങ്ങ ഇടുന്ന അല്ലെങ്കിൽ കൊപ്ര ഇടുന്ന ഭാഗം ഉണ്ടാവും. രണ്ടാമത്തെ ഭാഗം പിണ്ണാക്ക് ജസ്റ്റ് മുറുകി വരുന്നതും, മൂന്നാമത്തേത് ഭയങ്കര ടൈറ്റായിട്ട് പിണ്ണാക്ക് നല്ലോണം ടൈറ്റായി ചാടുന്ന ഭാഗവും ഉണ്ടാവും. ഈ 3 ഭാഗത്തും സ്പേസർ വെക്കേണ്ടത് 3 തരത്തിലാണ്. ഈ മെഷീനിൽ തേങ്ങ ഇടുന്ന ഭാഗത്ത് വിടവ് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് 45-ൻ്റെ സിമ്മും തൊട്ടടുത്ത ഭാഗത്ത് 25-ൻ്റെ കനം കുറഞ്ഞ സിമ്മുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലീനിങ്ങിന് ശേഷം പട്ടകൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് മാത്രമാണ് ചാമ്പറിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. എല്ലാ വേസ്റ്റുകളും നമ്മുടെ ഫസ്റ്റ് ക്ലീനിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടി ചാമ്പർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഒന്നുകൂടി നല്ല കോക്കനട്ട് ഓയിലിൽ വാഷ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമാണ് ചാമ്പർ സെറ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്ലീനിങ് ഗണ്ണ് കൊണ്ട് ചാമ്പർ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓരോ പട്ടയും വെച്ചതിന് ശേഷം കറക്റ്റ് പൊസിഷനിലാണ് നമ്മുടെ സിമ്മ് അല്ലെങ്കിൽ സ്പേസർ വെക്കേണ്ടത്. ഇവിടെ കട്ടി കൂടിയ 45-ൻ്റെ സിമ്മാണ് ഉള്ളത്. ഈ ഭാഗം തേങ്ങ ഇടുന്ന അല്ലെങ്കിൽ കൊപ്ര ഇടുന്ന ഭാഗമായതിനാൽ വിടവ് കൂടുതൽ വേണം. തൊട്ടടുത്ത ഭാഗത്തെ അപേക്ഷിച്ച് ഒരു പട്ട എണ്ണത്തിലും കുറവുണ്ടായിരിക്കും. ക്ഷമയോട് കൂടിയിട്ട് ഓരോ സ്പേസറും 3 ഭാഗത്ത് മാത്രമാണ് ഇടുക. അങ്ങനെ ഇതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി
എത്രത്തോളം ഗ്യാപ്പുണ്ടോ അവിടെയെല്ലാം ഇതേ പ്രൊസീജിയർ വേണം. എന്നിട്ട് ഇനി ഒരു പട്ട അല്ലെങ്കിൽ ഇനി ഒരു സ്പേസർ കൊള്ളില്ല എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് നമ്മൾ നല്ല ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറും ഉളി, ഹാമർ തുടങ്ങിയവ ഉപയോഗിച്ച് കംപ്ലീറ്റ് ഗ്യാപ്പും അടക്കേണ്ടത്. പട്ട ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവിടെ പട്ട ഇടേണ്ടതാണ്. 2 സ്പേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 45ൻ്റെ സിം ആയത് കാരണം ഒരുപാട് വിടവുണ്ടാവുകയും അവിടെ പിണ്ണാക്ക് തള്ളാൻ ചാൻസ് വളരെ വളരെ കൂടുതലുമാണ്. ഇനി നമ്മൾ ഗ്യാപ്പുകളെല്ലാം അടക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് പട്ടയും സ്പേസറും വെക്കേണ്ടതാണ്. ഒരു പട്ട അടിച്ചൊതുക്കുമ്പോൾ തൊട്ടടുത്ത പട്ടയുടെ അലൈൻമെൻറ്റ് മാറും. സോ വളരെ സൂക്ഷ്മതയോടുകൂടി വീണ്ടും പ്രൊസീജിയർ ചെയ്യേണ്ടതാണ്. ഗ്യാപ്പ് ഇല്ലാതെ ആകുന്നത് വരെ ഇതേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഫോർജ്ഡ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പട്ടകൾ അതിനേക്കാട്ടിലും ബലം കുറഞ്ഞ മൈൽഡ് സ്റ്റീലോ അല്ലെങ്കിൽ കാസ്റ്റ് അയണോ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉപയോഗിച്ചാണ് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് എങ്കിൽ പട്ടകൾ ബെൻഡാകാൻ ചാൻസ് കൂടുതലാണ്. സോ 2 or 3 സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒരു ഹെൽപ്പറുടെ കൂടി സഹായത്തോടു കൂടി ഒരേ സമയം 2 ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് പട്ടകളുടെ ലൈഫ് കൂട്ടുന്നതാണ്. ഒരേ ഭാഗത്താണ് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം അവിടെ പട്ടകൾ ബെൻഡാകാൻ തുടങ്ങുന്നത് വളരെ സ്വാഭാവികമാണ്. സ്ക്രൂ ഡ്രൈവർ ഒന്നുകൂടി ഹാർഡായ മെറ്റീരിയൽ കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ പട്ടയും കെയറോട് കൂടി വെക്കേണ്ടതാണ്. എല്ലാ പട്ടയും വെച്ച് കഴിഞ്ഞാൽ ചുറ്റികയോ ബാൾ ഹാമറാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മളെ റൗണ്ട് ഷേപ്പിലുള്ള ഫേസുള്ള ചുറ്റികയാണ് ബാൾ ഹാമർ. നമ്മുടെ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പിലൊക്കെ നമുക്ക് സാധാരണയായി കണ്ടുവരും. അത് ഉപയോഗിച്ച് അടിക്കുകയാണ് ഒന്നുകൂടി ബെറ്റർ. ആ ഹാമറിങ്ങിന് ശേഷം എല്ലാ പട്ടകളും പോലെ ഒരു പട്ട പോലും പൊങ്ങി നിൽക്കാതെ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതാണ്. സൈഡ് ഭാഗവും ഇദ്ദേഹം കാണിക്കുന്നതും പോലെ ഒരേ ലൈനിങ്ങിൽ വരേണ്ടതാണ്. പട്ടകൾ തമ്മിൽ ഗ്യാപ്പ് കൂടുതലുണ്ട് എങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്യാപ്പ് ഉണ്ടാക്കി ഒരു പട്ട കൂടി ആഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. വിടവ് വളരെ കൂടുതലാണ് എന്നുണ്ട് എങ്കിൽ ആ ഭാഗത്തെ സിമ്മുകൾ ഊരി മാറ്റി പകരം പട്ടകൾ ഫിറ്റ് ചെയ്യാറാണ് പതിവ്. കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഇവിടുത്തെ വിടവ് ഒന്നുകൂടി കുറച്ചിട്ട് ആണ് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 or 3 പട്ടകൾ അഡീഷണലായിട്ടാണ് ആഡ് ചെയ്യുന്നത്. കൂടുതൽ വിടവുണ്ട് എങ്കിൽ അതിലൂടെ പിണ്ണാക്ക് ചാടുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വിടവ് ജസ്റ്റ് 1 mm ആക്കി മാറ്റിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സിമ്മുകൾ റിമൂവ് ചെയ്യുമ്പോൾ ചെറിയ ടൂളുകളോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിക്കുക. കൈകൊണ്ട് റിമൂവ് ചെയ്യുമ്പോൾ മുറിവുണ്ടാകാൻ ചാൻസ് കൂടുതലാണ്.
ഈ ഭാഗത്തെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പട്ട പോലും ലൂസായി വീഴാത്ത രീതിയിലാണ് അല്ലെങ്കിൽ അനങ്ങാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൂസാണ് എന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മെഷീൻ ലോഡ് ചെയ്യുമ്പോൾ ഈ ചെയ്ത വർക്കെല്ലാം അലൈൻമെൻറ്റ് തെറ്റി ഗ്യാപ്പുകൾ വ്യത്യാസപ്പെട്ട് നിങ്ങളുടെ സിമ്മുകൾ അല്ലെങ്കിൽ സ്പേസറുകൾ എണ്ണയോടൊപ്പം അടിയിലേക്ക് ചാടുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതേ സിമ്മ് തന്നെ നിങ്ങളുടെ മെഷീനിൻ്റെ ഉള്ളിലൂടെ പല ഭാഗത്തും എത്തി അവിടെയെല്ലാം സ്ക്രാച്ച് ഉണ്ടാവാനും കാരണമാകും. സോ ചേമ്പർ വളരെ ടൈറ്റായി സെറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ഭാഗത്തേക്ക് നമ്മൾ നിന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പിണ്ണാക്ക് ടൈറ്റാവുന്ന ഭാഗമായതിനാലും നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം മുകളിൽ വരുന്ന ഭാഗമായതിനാൽ ഒരു തുള്ളി പിണ്ണാക്ക് പോലും അതിലൂടെ വരാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പട്ട കൂടി പ്രൈമറി ക്ലീനിങ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാം. എല്ലാ പട്ടയും സെറ്റ് ചെയ്തതിന് ശേഷം ഗ്യാപ്പുകൾ ഇല്ലാതെ അഡീഷണലായി പട്ടകൾ ചുറ്റേ കൊണ്ട് അടിച്ച് ആഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേമ്പറുകൾ കംപ്രസർ ഗണ്ണിൽ പുതിയ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ അതുകൂടി കാണിക്കുന്നുണ്ട്. ഇവിടെയും ഒരു പട്ട പോലും പൊങ്ങി നിൽക്കാതെ ചുറ്റിക കൊണ്ട് അടിച്ച് ഒരു യു ഷേപ്പിൽ ചേമ്പറിൻ്റെ അതേ ഷേപ്പിൽ എത്തിക്കേണ്ടതാണ്. ചേമ്പറിൻ്റെ അടിഭാഗത്ത് പട്ടയുടെ അടിഭാഗം ടച്ച് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നമുക്ക് അടിയിൽ നിന്ന് നോക്കുമ്പോൾ ചേമ്പറിൻ്റെ ഫ്രെയിമും പട്ടയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഓരോ പട്ടയും അടിച്ച് അവസാനം ഏതെങ്കിലും പട്ട പൊങ്ങി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി അടിച്ച് യു ഷേപ്പിൽ ഫ്രെയിമിനോട് ഒപ്പമാക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ പഴയ പട്ട തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതേ എണ്ണം ആഡ് ചെയ്തതിന് ശേഷം അതേ എണ്ണം പട്ട ചേമ്പറിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് വളരെ കൂടുതലാണ് എന്നുണ്ട് എങ്കിൽ പുതിയ ഒരു പട്ട കൂടി ആഡ് ചെയ്ത് ഗ്യാപ്പ് ഒഴിവാക്കേണ്ടതാണ്. ഗ്യാപ്പ് തീരെ ഇല്ല എങ്കിൽ 45ൻ്റെ കനം കൂടിയ സിമ്മ് മാറ്റി 25ൻ്റെ സിമ്മ് നമുക്ക് ഉപയോഗിച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നതാണ്.